നിങ്ങൾ 30 വർഷം മുൻപ് 10 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടു എന്ന് കരുതുക. പക്ഷേ ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ 5 ലക്ഷം രൂപയായിട്ട് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? 1990 2020 കാലഘട്ടത്തിൽ ലോസ്റ്റ് ഡെക്കേഡ്സ് ഓഫ് ജപ്പാൻ എന്ന് പറഞ്ഞ് വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി, അതായത് 30 വർഷം കൊണ്ട് ഓരോ ജപ്പാൻകാരൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും പകുതിയായി കുറയുകയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നിലനിന്ന് പോവുകയോ ചെയ്ത ഒരു പ്രത്യേക സെനാരിയോ, അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഇതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളും സ്റ്റോക്ക് നിക്ഷേപങ്ങളും എന്തുമാത്രം സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇതുവരെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ നേട്ടം ഉണ്ടാവും, ലോങ് ടേമിലേക്ക് എന്ത് വന്നാലും നല്ലത് വരും. പക്ഷേ ജപ്പാനിലെ പോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് താങ്ങാനാവുമോ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പരിശോധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഇങ്ങനെ വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. 1980കളിൽ ജപ്പാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. സോണി, ടയോട്ട, ഹോണ്ട, ലോകം മുഴുവൻ ജപ്പാനീസ് പ്രൊഡക്ട്സ് വാങ്ങുകയായിരുന്നു. എക്കണോമി റോക്കറ്റ് പോലെ അങ്ങ് ഉയർന്നു. ആ കോൺഫിഡൻസിൽ ആളുകൾ വളരെയധികം ക്രേസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. റിയൽ എസ്റ്റേറ്റുകളിൽ, സ്റ്റോക്കുകളിൽ, അങ്ങനെയുള്ള ഫണ്ടുകളിലൊക്കെ നിക്ഷേപിച്ചു. ടോക്കിയോയിലെ ഒരു സെൻറ്റ് ഭൂമിയുടെ വില എന്ന് പറയുന്നത് കാലിഫോർണിയ സ്റ്റേറ്റിലുള്ള പല പ്രോപ്പർട്ടികളുടെയും 10-100 മടങ്ങ് വർദ്ധിച്ചു. അത് ഒരു ബലൂൺ പോലെ വികസിക്കുകയായിരുന്നു. ഈ ബലൂൺ ഒരു സമയത്ത് വലുതായി അത് പൊട്ടി. 1990 ആ ബബിള് ബേസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് 80% ക്രാഷായി. 80%. അതായത് ഒരു കൃഷിക്കാരൻ ഒരു 10 ഏക്കർ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ആ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്ന അന്ന് 8 ഏക്കറിലെ കൃഷി മൊത്തം തീ കത്തിപ്പോവുക എന്നുള്ള പോലുള്ളൊരു സംഗതി. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ 20,000 ആയി മാറിയിരിക്കുന്നു. ഇതാണ് ലോസ്റ്റ് ഡെക്കേഡ്സ് ഓഫ് ജപ്പാനിൻ്റെ തുടക്കം. ശരിക്കും പറഞ്ഞാൽ ഒരു ഡെക്കേഡൊന്നുമല്ല, ഏകദേശം 3 ഡെക്കേഡ്സ്, അതായത് 30 വർഷത്തോളം ഈ പ്രശ്നം തുടർന്നു. ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് ഒരു ചെറിയൊരു കഥയിലൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു വീട് നിർമ്മിക്കാൻ പോവുകയാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്, 2%. വീടിൻ്റെ വാല്യൂ കൂടി, നിങ്ങൾ വീണ്ടും വീടെടുത്തു, വീണ്ടും പ്രോപ്പർട്ടി വാങ്ങി, വീണ്ടും വീടിൻ്റെ വാല്യൂ കൂടി, നിങ്ങൾ വീണ്ടും ലോൺ എടുത്തു, വീണ്ടും പുതിയ പ്രോപ്പർട്ടികളും പുതിയ കാര്യങ്ങളൊക്കെ വാങ്ങി. ഈ സംഗതികളിൽ ബാങ്കുകൾ വളരെ ഹാപ്പിയാണ്, ആളുകൾ അതിലേറെ ഹാപ്പിയാണ്. പക്ഷേ റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല ഇത് നടക്കുന്നത്. ഇത് ബാങ്കിൽ നിന്ന് നമ്മൾ പണം വാങ്ങുന്നു, നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മളത് കൂട്ടുന്നു, അങ്ങനെ കൂടി ഇതൊരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലെത്തിയപ്പോഴാണ് ഈ ബബിൾ ബേസ്റ്റ് ചെയ്തത്. ജപ്പാനിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിച്ചത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അസറ്റ് ബബിൾ എന്ന് പറയും. അതായത് റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്കുകൾ, അതുപോലുള്ള ഫണ്ടുകളുടെയൊക്കെ വില അനിയന്ത്രിതമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് കൂടുന്ന ഒരു രീതി സംഭവിച്ചു. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയിലാകേണ്ട പല കമ്പനികളും ബാങ്ക് ലോണുകൾ വെച്ച് സർവൈവ് ചെയ്യുകയും പുതിയ ഇന്നോവേഷനുകൾക്ക് ഒരു സ്പേസ് കൊടുക്കാതെ പഴയ മോശം കമ്പനികൾ അതിൻ്റെ ഗുണം കൊണ്ട് വളരുകയല്ല, ഈ മാർക്കറ്റിലുള്ള ആ ഒരു എക്കണോമിക് ആക്ടിവിറ്റി മാത്രം ഉപയോഗിച്ച് അതിൻ്റെ വാല്യൂവും അതിൻ്റെ വാല്യുവേഷനും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രീതിയിൽ പോയി. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജപ്പാനിലെ പോപ്പുലേഷനിൽ യങ് വർക്കേഴ്സ്, പ്രായം കുറഞ്ഞ ആളുകൾ കുറയുകയും ജപ്പാനിലുള്ള മൊത്തത്തിലുള്ള ആളുകളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് കൂടി വരാനായിട്ട് തുടങ്ങി. അതായത് യങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യും, കൂടുതൽ ആക്ടിവിറ്റികളിലേക്ക് പോവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആവറേജ് ഏജ് കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആക്ടിവിറ്റികൾ കുറയുകയും അത് ഒരു ഡെമോഗ്രാഫിക് ക്രൈസിസിലേക്ക് പോവുകയും ചെയ്തു. നാലാമത്തെ കാര്യം, ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഇടപെടാൻ മടിച്ചു നിന്നു എന്നുള്ളതാണ്. ഈ ലേറ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഗവൺമെൻറ്റുകൾ പലരും ഇത്തരം കെണികളിൽ ചെന്നുപെടാറുണ്ട്. അതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ജപ്പാൻ സംഭവിച്ചത്. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഇൻഫർമേഷനുകളാണ് ഈ ചാനലിലൂടെ തരുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് റുപ്പിമംഗിൻ്റെ വീഡിയോകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം.
ഇന്ത്യ ജപ്പാൻ്റെ പോലെ ആവുമോ എന്നുള്ളതാണ്. ഇതൊരു ഫെയർ ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലും വാല്യുവേഷൻസ് ഇപ്പോൾ വളരെ ഹൈ ആയിട്ടാണ്. പല റീറ്റെയിൽ ഇൻവെസ്റ്റർമാരും SIP വഴി ധാരാളം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഇന്ത്യയുടെ കാര്യം ഡിഫറെൻ്റാണ്, ഇന്ത്യ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് എന്നുള്ളതാണ്. എൻ്റെ ഒരു നോട്ടത്തിൽ ഇന്ത്യയിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് എന്നുള്ളതാണ്. അതിന് 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ ജപ്പാൻ്റെ പോലെ ഒരു ഏജിങ് പോപ്പുലേഷൻ അല്ല. ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. ഇന്ത്യക്ക് ഒരു യങ് ആയിട്ട് വർക്കിംഗ് പോപ്പുലേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു റൺവേ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൺസംഷൻ കൂടി വരാനുള്ള സാധ്യത, അതുവഴി എക്കണോമി ഗ്രോ ആവാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണ്. ജപ്പാൻ ഒരു ഓൾഡ് മാനാണ്. എനർജി കുറഞ്ഞ, ഇരിക്കാനോ നിൽക്കാനോ പ്രോപ്പറായിട്ട് പറ്റാത്ത ഒരു ഓൾഡ് മാനായിട്ട് ജപ്പാനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ഒരു 28 വയസ്സുകാരനായിട്ടുള്ള ഒരു യങ് മാനാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇന്ത്യക്ക് മുന്നോട്ട് ഓടാനുള്ള ഒരു റൺവേ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ജപ്പാൻ 1990-ൽ തന്നെ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറിയിരുന്നു. ഇന്ത്യ ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് എക്കോണമിയാണ്. ചെറിയ വില്ലേജുകളിൽ ഡെവലപ്മെൻറ്റ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഡെവലപ്മെൻറ്റ് വന്നു തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ കൂടുതൽ സാധനങ്ങൾ, ഉദാഹരണമായിട്ട് ഫ്രിഡ്ജ്, TV, ഫാൻ, മൊബൈൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വാങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റുകളും ധാരാളം വാങ്ങി മുന്നോട്ട് പോകാനുള്ള ഒരു ഫസ്റ്റ് പർച്ചേസ് എക്കണോമി ഇപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ RBIയും സെബിയുമെല്ലാം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റെഗുലേറ്റഡ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജപ്പാൻ്റെ സെൻട്രൽ ബാങ്ക് വളരെ ലേറ്റായിട്ടാണ് അവരുടെ പ്രശ്നങ്ങളെ ആക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ RBIയും സെബിയുമെല്ലാം കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവസാനത്തെ ഇന്ത്യക്കുള്ള പോസിറ്റീവ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ജപ്പാൻ ഒരു എക്സ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എക്കണോമി ആയിരുന്നു. ഇന്ത്യ ഒരു ലാർജ്ലി ഒരു ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ ആയിട്ടുള്ള എക്കണോമിയാണ് എന്നുള്ളതാണ്. അതായത് ഗ്ലോബൽ റിസഷൻ ഇന്ത്യയെ എഫക്റ്റ് ചെയ്തേക്കാമെങ്കിലും അത് ഇന്ത്യയെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള സാധ്യതയില്ല. കൺസംഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇന്ത്യ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അത് വിചാരിച്ച് ഇന്ത്യ പൂർണ്ണമായിട്ടും സേഫാണ് എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പോകണ്ട. ഇന്ത്യക്കും ചില റിസ്കുകളുണ്ട്. ആ റിസ്കുകൾ 4 എണ്ണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ ഒക്കെ കുറച്ച് ഉയർന്ന നിലയിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ PE റേഷ്യോ ഹിസ്റ്റോറിക്കലി ഹൈ വാല്യുവേഷനിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവർ വാല്യൂഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഒരു ജപ്പാൻ സ്റ്റൈൽ കറക്ഷന് വൾണറബിൾ ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടേഴ്സ്, ചില സെക്ടറുകൾ ഹെവി ആയിട്ടുള്ള ബോറോയിങ് ഉണ്ട്. അതായത് കടമെടുത്തുകൊണ്ട് വളരുന്ന തരത്തിലുള്ള പല സോംബി കമ്പനികളും ഇന്ത്യയിലുണ്ട്. അത്തരം കമ്പനികളുടെ പേര് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ സീരീസ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയൽ എസ്റ്റേറ്റ്, ടയർ 1 സിറ്റികളിൽ പ്രോപ്പർട്ടി പ്രൈസുകൾ വളരെ ഉയർന്ന നിലയിലാണ്. ഒരു സാധാരണ ജോലിക്കാരനോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ജോലിക്കാരനോ പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഉയർന്ന നിലയിലാണ് ഈ റിയൽ എസ്റ്റേറ്റ് പ്രൈസ്, പ്രത്യേകിച്ചും ടയർ 1, ടയർ 2 സിറ്റികൾ. നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ പ്രൈസ്, ചൈന സ്ലോ ഡൗൺ, US റിസഷൻ മുതലായിട്ടുള്ള ഗ്ലോബൽ ഇവൻറ്റുകൾ ഇന്ത്യയും വളരെ വലിയ രീതിയിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ 4 കാര്യങ്ങൾ കൊണ്ട് ഇത് വരാനുള്ള സാധ്യതയില്ല, 4 കാരണങ്ങൾ കൊണ്ട് ഇത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു ബാലൻസിലാണ് ഇന്ത്യ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് സ്വിം ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യ ജപ്പാനിലെ പോലുള്ള ഒരു വേവ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ കുറച്ചൊന്ന് ഷെയ്ക്കാവും, അല്ലെങ്കിൽ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യും. പക്ഷേ ഇന്ത്യ ഒരിക്കലും മുങ്ങിപ്പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ശരിയായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് എങ്ങനെ വേണം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ ഇൻ്റർനാഷണൽ ഫണ്ടുകൾ, ഗോൾഡ് ഫണ്ടുകൾ പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾ ഒരു ഡിസിപ്ലിനോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. മാർക്കറ്റ് ക്രാഷ് കണ്ട് നിങ്ങൾ കാര്യമായിട്ട് പാനിക്കാവരുത്. ജപ്പാനിൽ ക്രാഷ് വന്ന സമയത്ത് ആളുകൾ ചന്നം പിന്നം ഇത് സെല്ല് ചെയ്യാനായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇന്ത്യയിൽ അങ്ങനെ ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ SIP രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ പ്രത്യേകിച്ചും അല്ലെങ്കിൽ സാധാരണ ഒരു മാർക്കറ്റിൽ നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. മാർക്കറ്റ് ഹൈ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് ഉയർന്ന നിലയിൽ ലോക്ക് ചെയ്യപ്പെടാനും നിങ്ങളുടെ ലാഭം കുറയാനോ അല്ലെങ്കിൽ നഷ്ടസാധ്യത കൂടാനോ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ലംസം ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം. ജപ്പാനിൽ മാർക്കറ്റ് ക്രാഷായ സമയത്ത് ആളുകൾ എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ലിക്വിഡേറ്റ് ചെയ്യുകയും അവരുടെ നഷ്ടം ലോക്ക് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. നമ്മളെപ്പോഴും ഒരു 6 മുതൽ 12 മാസം വരെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവ് ക്യാഷായിട്ടോ ബാങ്കിലോ FDയിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തെയും അവസാനത്തെയുമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ഒരു ലോങ് ടേം മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോടുകൂടി ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവോടുകൂടി കൃത്യമായിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷനോട് കൂടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജപ്പാനിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. നിങ്ങളുടെ SIP രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും മറ്റുള്ള ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും കൃത്യമാണോ, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആണോ, നിങ്ങളുടെ റിസ്കിനനുസരിച്ചാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക.